ഓക്കെ, അപ്പൊ അടുത്തത് ഓസിലേഷൻ ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ്. ഓസിലേഷൻ ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? ഒരു മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡ് ആയിട്ട് ഇട്ടിരിക്കുന്നു, അതിന്റെ ഓസിലേഷൻസ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക. അപ്പൊ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുക. സാധാരണ നമ്മൾ പെൻഡുലം ഒക്കെ ചെയ്തിട്ടുണ്ട്. പെൻഡുലത്തിന്റെ ഫ്രീലി സസ്പെൻഡ് ആയിട്ടുള്ള ഒരു പെൻഡുലം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡ് ഒക്കെ നമ്മൾ പഠിച്ചതാ. T is equal to 2π × √L/g എന്ന് പഠിച്ചില്ലേ? ഇവിടെ വേറെ ഒന്നുമില്ല. ഇതിന് പകരം പെൻഡുലത്തിന് പകരം ഇവിടെ എന്താണെന്നേ ഉള്ളൂ, മാഗ്നറ്റ് ആണ് ഫ്രീലി സസ്പെൻഡ് ആയിട്ട് കിടക്കുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ മാഗ്നറ്റ് കിടക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡ് ആയിട്ട് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കിടക്കുവാണെന്ന് വിചാരിക്കും. ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടേൺ ചെയ്യുവാണല്ലോ ഇത്. അപ്പൊ ടേൺ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എന്ത് ഡെവലപ്പ് ചെയ്യും? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ ഈ പറയുന്ന മാഗ്നറ്റ് കിടക്കുന്നത്. അപ്പൊ ഇത് മൂവ് ചെയ്യാ മീൻസ് ഇത് ടേൺ ചെയ്യുക. അപ്പൊ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് എന്താ? ടോർക്ക് വരും. അപ്പൊ നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ കഴിഞ്ഞ ക്ലാസ്സിൽ. mb sin θ എന്ന് നമ്മൾ പഠിച്ചല്ലേ? mb sin θ. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ടോർക്കാണ് ഉണ്ടാവുന്നത്. കാരണം അങ്ങനെ പോകുന്നു, തിരിച്ചു വരും. നമ്മൾ പെൻഡുലത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പോകുന്നു. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ടോർക്കിനെ നമുക്ക് ടോർക്ക് റീസ്റ്റോറിംഗ് ടോർക്ക് is equal to മൈനസ്, ജസ്റ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി -mb sin θ എന്ന് എഴുതി. ഓക്കെ, ഇനി ടോർക്കിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ടോർക്ക്. 11th പഠിച്ചിട്ടുണ്ടാവും റൊട്ടേഷണൽ അനലോഗ് ഓഫ് ടോർക്കിന് ഒരു ഇക്വേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ എഴുതി വെച്ചോ. ടോ is equal to I∝. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ടോർക്ക്. 11th ഈ വർഷം പഠിച്ചതല്ല, 11th ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോട്ടാ. അപ്പൊ ടോർക്ക് is equal to I∝. ആകെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് കൺസെപ്റ്റ് മാത്രം മതി. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഒരു ഒരു മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡ് ആയിട്ട് ഇട്ടിരിക്കുവാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യും. ടോർക്ക് എങ്ങനെയാ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മനസ്സിലായല്ല? നമ്മളൊരു മാഗ്നറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. വേറെ കൺസെപ്റ്റ് ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചില്ലേ? ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് പകരം ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് ആയിരുന്നു, -q +q. ഇവിടെ അതിന് പകരം എന്താണെന്നേ ഉള്ളൂ, മാഗ്നറ്റ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്ന ഒരു ബാർ മാഗ്നറ്റ് വെച്ചു, അതിന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടായി. ടോർക്ക് റീസ്റ്റോറിംഗ് is equal to -mb sin θ. പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ടോർക്ക് നമ്മൾ ടോ is equal to I∝ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 and this is ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാലോ. രണ്ടും ടോർക്കിന്റെ ഇക്വേഷൻ അല്ലേ? ഇതും ടോർക്കിന്റെ ഇക്വേഷൻ ആണ്, ഇതും ടോർക്കിന്റെ ഇക്വേഷൻ. രണ്ടും കൂടി എനിക്ക് ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ നോക്കിക്കേ, I∝ is equal to -mb sin θ. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഒരു ഇക്വേഷൻ ആക്കി എഴുതാൻ പോണേണ്. I∝ + mb sin θ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ആൽഫ എന്ന് പറയുന്നത് എന്താ? ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോ ഇക്വേഷൻ എന്താ? ആംഗുലർ വെലോസിറ്റി. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് എന്താ? തീറ്റ അല്ലെ? ആംഗുലർ വെലോസിറ്റി ഒമേഗനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? dθ/dt എന്നല്ലേ? അല്ലെ? അപ്പൊ ആംഗുലർ ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? dω/dt അല്ലെങ്കിൽ d²θ/dt² എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നമുക്ക് വെലോസിറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ആംഗുലർ വെലോസിറ്റി is equal to dθ/dt. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? dω/ അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒമേഗ ഈക്വൽ ടു dθ/dt ആണെങ്കിൽ ആക്സിലറേഷൻ ഈക്വൽ ടു dω/dt. അപ്പൊ d/dt ഓഫ് ഒമേഗയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? dθ/dt. ദാറ്റ്സ് ഈക്വൽ ടു d²θ/dt². ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഇക്വേഷനിൽ. I ഇൻറ്റു അവിടെ എന്ത് കൊടുക്കുക? d²θ/dt² പ്ലസ് mb sin θ ഈക്വൽ ടു 0. ഇത്ര ഒന്ന് എഴുതിക്കേ, വേഗം എഴുതേ, തുടങ്ങിയതേ ഉള്ളു, വേഗം എഴുതിക്കോട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ എഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ ഇക്വേഷൻ എന്ത് കിട്ടി? I ഈക്വൽ ടു അവിടെ അല്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നദ ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ നദക്ക് മിസ്സായോ? കിട്ടണമായിരുന്നു കുറച്ച്.
MB sin theta equal to 0. സൈൻ തീറ്റ എന്നുള്ളത് ഞാൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. തീറ്റ ഭയങ്കര ചെറിയൊരു ആംഗിൾ ആയതുകൊണ്ട് ചെറിയൊരു ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ ഞാൻ അപ്രോക്സിമേറ്റ്ലി സൈൻ തീറ്റ approximately equal to theta. So I into d square theta by dt square plus mb theta equal to 0. ഇനി ത്രൂ ഔട്ട് ഇക്വേഷൻ ഞാൻ ഐ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ത്രൂ ഔട്ട് ഐ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടത്തെ എന്തായിപ്പോയി? ഐയും ഐയും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ എന്തോന്ന്? ഇവിടെ അപ്പൊ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് 11th പഠിച്ച ഏതെങ്കിലും ഇക്വേഷനായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തെങ്കിലും ആയിട്ടൊരു കണക്ഷൻ. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി അത് വിട്. എന്നാലും നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല എന്നല്ല, പഠിച്ചിട്ടുണ്ട്. ഞാൻ വേണേ ക്ലൂ തരാം. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇക്വേഷൻ? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഓർമ്മ ഉണ്ടാന്ന് നോക്കണേ. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പഠിപ്പിച്ചതാ നിങ്ങളെ ഈ ഇക്വേഷൻ. ഓക്കെ, ഇതെന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. കഴിഞ്ഞ വർഷം 11th നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ടായത്. അപ്പൊ ഇത് ചെയ്തു വന്നപ്പോഴേക്കും നമുക്ക് എന്താ വേണ്ടത്? ഈ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സിലബസിൽ ഇങ്ങനെ പോർഷൻ ആയിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് എ ഓസിലേറ്റിംഗ് മാഗ്നറ്റ്, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ശ്രദ്ധിക്കണേ. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ, ഇവിടെയും ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഇനി നോക്കിക്കേ, ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ പ്ലേസിൽ അവിടെ കിടക്കുന്നത് എന്താ? എം ബി ബൈ ഐ അല്ലേ? എക്സിന്റെ പ്ലേസിൽ തീറ്റ. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഒമേഗ സ്ക്വയർ എന്തെന്ന് കിട്ടി? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി ബൈ ഐ. ഞാൻ എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കണേ. നമുക്ക് ടൈം പീരീഡിലേക്കാണ് വേണ്ടത്. അപ്പൊ ഒമേഗ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബി ബൈ ഐ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ഒമേഗ ഈക്വൽ ടു, ഒമേഗയുടെ ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇനി ജനറലി നമ്മൾ ഒമേഗനെ എന്താ പറയാ? ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി. ഇത് കണ്ടിട്ടില്ലേ? ഓക്കെ, 2π ബൈ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് അടുത്ത ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്ന്? 2π ബൈ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബി ബൈ ഐ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ബി. ഇതാണ് ടൈം പീരീഡ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ്. ഓക്കെ, ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണമെന്നൊന്നും ഞാൻ പറയണില്ല, പ്രോബ്ലം ഒന്നും ചോദിക്കാറില്ല. പക്ഷെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വരും. ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ എന്നും പറഞ്ഞു വരും. ടൈം പീരീഡ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ്. വേഗം എഴുതിക്കോട്ടാ. മെറ്റീരിയൽ കിട്ടിയതാണോടാ? കിട്ടിയതാണോ ഇത്? കിട്ടിയതാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു.
കഴിഞ്ഞ. ഓക്കെ, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പോവാം. ജസ്റ്റ് രണ്ടിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പോവാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ലോ ഏതാ? രണ്ട് ചാർജ് വന്നിട്ട് അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ആണെങ്കിൽ കൂളംസ് ലോ പഠിച്ചു. കൂളംസ് ലോയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ച? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r². അതിന് പകരം മാഗ്നറ്റൈസേഷന്റെ കേസിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ പഠിച്ച് ഒരു എന്താ പറയാ, ഒരു ഫീൽഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറണ്ട് നമുക്ക് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കണ്ടക്ടർ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ച ഒരു ഇക്വേഷൻ ഏതായിരുന്നു? ബയോട്ട് സാവാർട്സ് ലോ. ബയോട്ട് സാവാർട്സ് ലോയുടെ ഇക്വേഷൻ എന്താ? μ0/4π IDL sin θ/r². രണ്ട് ചാപ്റ്റർ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കും നല്ലത്. രണ്ട് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും പഠിക്കുക. അതുപോലെ ഫസ്റ്റും സെക്കൻഡിൽ നിന്നും ബേസ് എല്ലാം പഠിച്ചിട്ട് പിന്നെ നേരെ 4ഉം 5ഉം ഒരുമിച്ച് പഠിക്കുക. 3 എന്ന് പറയുന്നത് വേറൊരു ഓപ്ഷൻ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ, ഈ ആക്സിയൽ എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ. ബി ആക്സിയൽ എന്താ പഠിച്ചേ? 2km/r³. ഇനി ഇക്വറ്റോറിയൽ എന്താ പഠിച്ചേ? ഇനി ടോർക്ക്. ടോർക്ക് എന്താ നമ്മൾ പഠിച്ചത്? ഇവിടെ ടോർക്ക് എന്താ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡിൽ? പി സൈൻ തീറ്റ. ഇവിടെ എന്താ പഠിച്ചത്? ടോ ഈസ് ഈക്വൽ ടു. ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡെറിവേഷൻ നോക്കി പോയിക്കണേ. ഇനി അടുത്തത് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്താ പഠിച്ചേ? പി കോസ് തീറ്റ ജനറലി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? PE cos θ1 മൈനസ് cos θ2. ഇവിടെ MB cos θ1 മൈനസ്. ഐശ്വര്യക്ക് മനസ്സിലായി ഇപ്പൊ എങ്ങനെയാ വരുന്നതെന്ന് കമ്പയർ ചെയ്യുമ്പോ? ഇലക്ട്രിക് ഫീൽഡ് വന്ന പ്ലേസിലെല്ലാം എന്ത് വരും? മാഗ്നറ്റിക് ഫീൽഡ് വരും. ഇലക്ട്രിക് ഡൈപോൾ വന്ന സ്ഥലത്തെല്ലാം മാഗ്നറ്റിക് ഡൈപോൾ വരുന്നു. ഓക്കെ, ഒന്ന് വേഗം എഴുതി എടുത്തോ. ക്യാമറ ഓഫ് ആയിട്ടാ. ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ക്യാമറ ഓഫ് ആണേ.
ഓക്കെ, അടുത്തത് സം ഇമ്പോർട്ടന്റ് ടേംസ് ഹെഡിങ് കൊടുത്തോ. ഇത് കഴിഞ്ഞില്ലേ? എഴുതിക്കോ. പറയാം, കഴിഞ്ഞിട്ട് പറയാല്ലേ. കഴിഞ്ഞേ സം ഇമ്പോർട്ടന്റ് ടേംസ്. ഇവിടെ ഒരു എർത്ത്സ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇല്ല, എടുത്തിട്ടില്ലല്ലോ. എർത്ത്സ് മാഗ്നറ്റിസം അത് ഇല്ല, അത് ഇല്ല, ടോപ്പിക് ഇല്ല. അപ്പൊ അത് നോക്കണ്ട കേട്ടോ. ഇതുണ്ട് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അത് നോക്കുക, ബാക്കി നോക്കണ്ട. ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്പ്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, അവിടെ നിന്നായിരുന്നു മെയിൻ ആയിട്ട് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരുന്ന പ്രോബ്ലംസ്. അതില്ല, അപ്പൊ നിങ്ങൾക്ക് അത് ഡിലീറ്റഡ് ആണ്. പിന്നെ അടുത്തതോട്ട് നോക്കിയാൽ മതി. സം ഇമ്പോർട്ടന്റ് ടേംസ് എഴുതിക്കോ. സം ഇമ്പോർട്ടന്റ് ടേംസ് യൂസ് ടു ഡിസ്ക്രൈബ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. Some important terms used to describe magnetic property of material. Some important terms used to describe magnetic properties of material. First one, intensity of magnetization. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഈ ലെറ്റേഴ്സ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് പറയണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ്. അപ്പൊ ഒരു ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ആ മെറ്റീരിയലിന്റെ ഇപ്പൊ നമ്മൾ അടുത്തതിൽ പഠിക്കാൻ പോകുന്ന പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നമ്മൾ പറയുക. അപ്പൊ പ്രോപ്പർട്ടി പറയുമ്പോൾ നമുക്ക് പറയാം ഇതിന് ഇന്റൻസിറ്റി ഇത്രത്തോളം ഉണ്ട്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പൊ പല ടൈപ്പ് മെറ്റീരിയൽസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡയാ, പാര, ഫെറോ എന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഇത് ജസ്റ്റ് വേർഡ്സ് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്, അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എഴുതിക്കോ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഐ എന്നാണ് നമ്മൾ ഇക്വേഷൻ പറയാം. ഐ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, intensity of magnetization is defined as magnetic dipole moment per unit volume. Magnetic dipole moment per unit volume. Magnetic dipole moment per unit volume. Okay, magnetic dipole moment in the equation നമ്മൾ എന്താ പഠിച്ചേ? Magnetic dipole in the equation എന്താ പഠിച്ചേ? 2L into QM. Okay, 2L into QM. ഓഫ് ചെയ്യാനാ. മതിയാ? 2L എന്താണെന്നോ? 2A എന്നാണെങ്കിൽ 2A എന്നായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ അത് നമുക്കിപ്പോ ഇതെന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. Intensity of magnetization is defined as magnetic dipole moment per unit volume. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ അറിയാം, 2L into QM. ഒരു സബ്സ്റ്റൻസ്, എന്തോ ഒരു സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് 2L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? 2L into QM. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? ഈ സബ്സ്റ്റൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2L ആണ്. വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഏരിയ ഇൻറ്റു ലെങ്ത് 2L. 2L ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തോന്ന്? QM divided by A. QM divided by A. അപ്പൊ എന്തോന്ന്? QM divided by A എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? QM എന്ന് പറഞ്ഞാൽ എന്താ? പോൾ സ്ട്രെങ്ത് ബൈ ഏരിയ. ഓക്കെ, പോൾ സ്ട്രെങ്ത് ബൈ ഏരിയ എഴുതിക്കാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത് 2L നമ്മുടെ ഡൈപോൾ മൊമെന്റ് എന്നല്ലേ ഡിഫൈൻ ചെയ്തത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 2L അല്ലേ ലെങ്ത് ആയിട്ട്? ഏരിയ ഇത് ലെങ്ത്, അത് ആ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് ട്വൈസ് ഓഫ് ലെങ്ത് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത 2L.
ഓക്കെ, കഴിഞ്ഞ. ഇനി നമ്മൾ അടുത്ത ഇത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ ഡയ, പാര, ഫെറോ എന്താണെന്ന് നമ്മൾ പഠിക്കുക. എന്നാലും ഇതിലൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. അത് പറയുമ്പോൾ ഞാൻ എന്തായാലും പറയും, എന്നാലും നോട്ട് ചെയ്ത് വെച്ചോ. ഡയാമാഗ്നറ്റിക് എഴുതിക്കോ. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഓക്കെ, ഫെറോമാഗ്നറ്റിക്. അതില് ഡയാമാഗ്നറ്റിക്കിന് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ബിസ്മത്ത്, കോപ്പർ, ഇതെല്ലാം ഡയോമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ കുറെ എലമെന്റ്സ് നമുക്ക് അറിയാം. അപ്പൊ അതിൽ ഡയാമാഗ്നറ്റിക് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ബിസ്മത്ത്, കോപ്പർ, അതൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ആ മെറ്റീരിയൽ, ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിന് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാൻ നെഗറ്റീവ് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കാം. മെറ്റീരിയൽസിന് നമുക്ക് പലതായിട്ട്, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് ഓരോ മെറ്റീരിയലിന്റെയും കുറെ മെറ്റീരിയൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസിനെ, കൂടിയ മെറ്റീരിയൽസ്, അതായത് ഇപ്പൊ നല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനെ നമ്മൾ ഫെറോ, കുറച്ചുള്ളത് പാര, ഒന്നും ഇല്ലാത്തത് ഡയ, ഒന്നുമില്ല മീൻസ് ഭയങ്കര കുറവായിട്ടുള്ളത് ഡയ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എലമെന്റ്സിനെ ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇപ്പൊ കോപ്പർ, ബിസ്മിത്ത്, അതൊക്കെ എല്ലാം വരുന്നത് എന്തിലാ വരുന്നത്? ഡയാമാഗ്നറ്റിക്കിലായിരിക്കും വരിക. അപ്പൊ അങ്ങനത്തെ ഡയാമാഗ്നറ്റിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിന്റെ മാഗ്നറ്റൈസേഷൻ നമ്മളെടുത്ത് നോക്കുക. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ നോക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ജസ്റ്റ് പോസിറ്റീവ് ആണ്. പക്ഷെ ഫെറോ എന്ന് പറയുമ്പോൾ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, ഡയക്ക് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, പാര ആണെങ്കിൽ പോസിറ്റീവ് ആണ്, മറ്റേതെന്ന് പറഞ്ഞാൽ ഹൈലി പോസിറ്റീവ് ആയിരിക്കും. ഹൈലി പോസിറ്റീവ് എഴുതി വെച്ചോ. For diamagnetic material, intensity of magnetization is negative, and for para, it's positive. Ferromagnetic, highly positive. ഇനി നോക്കിക്കേ, അപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്ത് മെറ്റീരിയൽസ് ആണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പൊ ബിസ്മത്ത്, കോപ്പർ, H2O, ഇതെല്ലാം എന്താ? ഡയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനൊക്കെ മാഗ്നറ്റിക് പവർ ഉണ്ടാവും. H2O എന്നൊക്കെ പറയുമ്പോ എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഇമാജിൻ ചെയ്യാം. അതുപോലെ ബിസ്മിത്തിനൊക്കെ കുറവായിരിക്കും. പിന്നെ കുറച്ചും കൂടെ വന്നു കഴിയുമ്പോൾ പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയി എന്നാ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയലിനെ കൊണ്ട് ഞാനൊരു ഫീൽഡിൽ വെച്ച്, അപ്പൊ ആ ഫീൽഡിൽ വെച്ച്, ഇപ്പൊ ഇതൊരു ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഈ ഫീൽഡിൽ കൊണ്ട് ഞാനൊരു മെറ്റീരിയലിനെ പ്ലേസ് ചെയ്ത്, ആ മെറ്റീരിയലിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു മാഗ്നറ്റിക് പവർ കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഫീൽഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. അപ്പൊ ഇവിടെ നല്ല ഫീൽഡ് ഉണ്ടെന്ന് അർത്ഥം. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മെറ്റീരിയലിന് അത്ര മാഗ്നറ്റിക് എഫക്ട് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ഈ H2O ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയാം. അതിന് വലിയ പവർ ഇല്ല. കുറച്ചും കൂടി വരുമ്പോഴത്തേക്കും കാൽഷ്യം, സോഡിയം ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വന്നു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫെറോമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ നല്ല മാഗ്നറ്റിക് പവർ ഉള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അയൺ നല്ല മാഗ്നറ്റിക് പവർ ഉള്ളതല്ലേ? അപ്പൊ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് Fe. ഓക്കെ, എഴുതിക്കോ. പിന്നെ വേണമെങ്കിൽ Fe ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ വേണമെങ്കിൽ കൊബാൾട്ട്, നിക്കൽ, അതൊക്കെ എഴുതി വെച്ചു. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊന്നുകൂടെ ഞാൻ പറയുമ്പോൾ എന്തായാലും പറയുന്നാലും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നത് ഡയ, പാര, ഫെറോ. കഴിഞ്ഞത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കഴിഞ്ഞു. അടുത്തത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, അല്ല ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എഴുതിക്കോ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അടുത്തത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ നമ്മൾ ഏത് ലെറ്റർ വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക? I. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. ഇനി അടുത്തത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിന് എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അത് H വെച്ച് ഡിനോട്ട് ചെയ്തോ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്.
ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, നമുക്ക് ആ ടേംസ് അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളു. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ്, എഴുതിക്കോ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് the ratio between, intensity of magnetic field is defined as the ratio between external applied magnetic field to the permeability. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടത്തെ കേസിൽ മീൻ ചെയ്യുക? പെർമിയബിലിറ്റി എന്ന് പറയുമ്പോ അത് ഫ്രീ സ്പേസ് മ്യൂ0 ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതല്ല ഞാൻ എന്തായിരിക്കും ഉദ്ദേശിക്കുക പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ അത് എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകും, ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ സർഫസ്. ഒരു സർഫസിൽ കൂടെ ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു, അതിന്റെ ഒരു ഇതിനെയാണ് നമ്മൾ ഇവിടെ പെർമിയബിലിറ്റി എന്ന് പറയുക. അപ്പൊ നമ്മൾ എന്താ എഴുതിയ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് externally applied field to the permeability. അപ്പൊ H is equal to B by mu. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ നമ്മൾ പഠിച്ചേ? നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ എ പെർട്ടിക്കുലർ സർഫസ്, ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഫീൽഡ്, ആ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ എത്ര ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു. സർഫസ് അല്ല, ഒരു ഫീൽഡ് ഉണ്ട്. മറ്റേ നമ്മളൊരു പർട്ടിക്കുലർ സർഫസിൽ ലിങ്ക് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഫ്ലക്സ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എമൗണ്ട് ഓഫ് ലൈൻസിന്റെ ആ ഒരു നമ്പർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? പെർമിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. H is equal to B by mu. ഇവിടെ നിന്ന് നമുക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാം. B is equal to എങ്ങനെ എഴുതാം? H mu. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. B is equal to H mu. ഇനി mu എന്ന് പറയുന്ന പെർമിയബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ആണെങ്കിൽ അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് H is equal to B divided by mu naught എന്ന് വരും. അപ്പൊ B is equal to എന്ത് വരും? mu naught into H എന്ന് വരും. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇതെന്താ പറയാ? പഠിച്ചിട്ടുള്ളതല്ലേ, കൈ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈ. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷൻ കൂടി നോക്കി വെക്കണേ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്, കൈ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ പഠിച്ചത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പൊ കൈ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു എച്ച്. എന്താ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊക്കെ ജസ്റ്റ് റിലേഷൻ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കാം. ആക്ച്വലി വേർഡ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ ഇത് മെയിൻ ആയിട്ട് വേണ്ടത്, ഞാൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിക്കും പറയണമെന്നില്ല. കാര്യം പറഞ്ഞാൽ അടുത്തത് നമ്മൾ ഡയാ, പാരാ, ഫെറോ, അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ ഞാൻ പറയും ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഭയങ്കര കുറവാണെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം എന്താണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അത് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയും സസെപ്റ്റബിലിറ്റി, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് സസെപ്റ്റബിലിറ്റി കുറവാണെന്ന് പറയും. അപ്പൊ അതെന്താന്ന് അറിഞ്ഞിരിക്കുക. സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി എഴുതിക്കോ അതുപോലെ തന്നെ ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, കോപ്പർ, വാട്ടർ ഒക്കെ നമ്മൾ പറഞ്ഞു. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇതിന്റെ വാല്യൂ നെഗറ്റീവ് തന്നെ ആയിരിക്കും. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞേ?
സോഡിയം ഒക്കെ പറഞ്ഞു, അതിന് പോസിറ്റീവ് ആയിരിക്കും. അതായത് നിങ്ങൾ ഓർത്ത് വെക്കുമ്പോൾ ഈ മെറ്റീരിയലിനെ ഓർത്ത് വെക്കാൻ വേണ്ടി ഈസി ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയന്മാരാണെന്ന് വിചാരിച്ചാൽ ഒന്നിനും താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ലാത്ത കാറ്റഗറി എന്ന് വിചാരിക്കാം. പാര എന്ന് പറഞ്ഞാൽ മിഡിൽ ബെഞ്ചേഴ്സ്, കുഴപ്പമില്ല, ഓക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഫെറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ക്ലാസ് മാത്രം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ എല്ലാം ആൻസർ ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഓർത്താൽ മതി. അതാണ് ഫെറോ മാഗ്നറ്റിക്. ഓക്കെ, അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫെറോ എഴുതിക്കുക, ഫെറോക്ക് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഫെറോ. അപ്പൊ നോക്കിക്കേ, ഫെറോയ്ക്ക് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർക്ക് എല്ലാം കൂടുതലായിരിക്കും. ഫെറോ മാഗ്നറ്റിക്കിന് അപ്പൊ എങ്ങനെയായിരിക്കും? ഫെറോ മാഗ്നറ്റിക്കിന് എങ്ങനെയായിരിക്കും? ഹൈലി പോസിറ്റീവ്. അടുത്തത് പറയുമ്പോഴായിരിക്കും ഇപ്പൊ കൂടുതലും ഇതാവുന്നത്. ഹൈലി പോസിറ്റീവ് എഴുതിയ. ഇനി ഒരെണ്ണം കൂടി എഴുതിക്കോ, റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി, ഇതും ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി പറയുന്നേ. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വെച്ചായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക? റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ എപ്സിലോൺ വെച്ച് പറഞ്ഞു. പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് എപ്സിലോൺ നോട്ട് പറഞ്ഞു. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോൺ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതേ രീതിയിലാണെങ്കിൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റിനെ നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? റെപ്രസെന്റിംഗ് ലെറ്റർ മാത്രം മതി എനിക്കിപ്പോ തൽക്കാലം. എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? മ്യൂ ആർ. ഓക്കെ, റേഷ്യോ നമ്മൾ റിലേഷൻ അല്ലേ പറഞ്ഞ. അപ്പൊ എഴുതിക്കോ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ ആർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, it is defined as the ratio of magnetic field inside a substance. It is defined as the ratio of magnetic field inside a substance to the applied magnetic field. Magnetic field inside a substance to the applied magnetic field. ആ വേർഡ്സ് ഒന്ന് വേഗം ഒന്ന് നോക്കണേ, എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ക്ലാസിഫിക്കേഷൻ പറയാനുള്ളതുകൊണ്ട് വേഗം ഒന്ന് നോക്കി വെക്കണേ. ഏതാടാ ഹോംവർക്കാ? അതിന്റെ ഫോർമുല നോക്കണം എന്നില്ല, മെറ്റീരിയലുണ്ട്, ജസ്റ്റ് വേർഡ് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. അതൊന്നും വരത്തില്ല, എന്നാലും ആ വേർഡ് അറിഞ്ഞിരിക്കുക. ഫോർമുല വേണമെങ്കിൽ മെറ്റീരിയലിൽ ഉണ്ട്, അത് നോക്കിയാൽ മതി. B/H എന്ന് കൊടുത്തിട്ടുണ്ട്, പഠിച്ചിട്ട് കാര്യമില്ല അത്, എന്നാലും ജസ്റ്റ് നോക്കി വെച്ചേക്കാം അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, അടുത്തതോടെ എഴുതാം. റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ഓക്കെ, സസെപ്റ്റബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കൈ അല്ലെ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ. ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണേണ്. ഇപ്പോ ഒരു സബ്സ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യണേ. ആ സബ്സ്റ്റൻസിന് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നറിയാലോ. ഒരു സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്തു,
ആ സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ സ്പേസിലും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഫ്രീ സ്പേസ് ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് കൺസിഡർ, ഇപ്പൊ ഇവിടെ ഒരു സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ ഫ്രീ സ്പേസിലും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ബി ഇസ് ഈക്വൽ ടു ബി നോട്ട് പ്ലസ് ബി എം എന്ന് കൊടുക്കണേ. ബി നോട്ട് എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ്, ഫ്രീ സ്പേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് നോക്കി വെച്ചാൽ മതി, നോട്ട് കാണുമ്പോൾ മനസ്സിലാവൂലേ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്രീ സ്പേസ്. ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിനുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, മെറ്റീരിയലിനുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇക്വേഷൻ, ബീനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളു. ബി ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ച? എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ എന്ന് നമ്മളിപ്പോ പഠിച്ചില്ലേ അല്ലെ? അപ്പൊ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രീ സ്പേസിന്റെ കേസിൽ ഇക്വേഷൻ എന്ത് വരും? മ്യൂ സീറോ ഇൻറ്റു എച്ച് എന്ന് വന്നു. എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി എം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി എന്ന് പറയുമ്പോൾ അതിന് എന്ത് ഡെവലപ്പ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു? ഒരു കറന്റ്, ഒരു ചെറിയ കറന്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ഞാൻ മാറ്റണേണ്. മ്യൂ സീറോ ഇൻറ്റു ഐ എന്ന് കൊടുക്കണേ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണ്, മാഗ്നറ്റിക് ഫീൽഡ് കൂടി അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് വന്നു? ഒരു കറന്റ് ഡെവലപ്പ് ചെയ്ത്. ഓക്കെ, നമുക്ക് റിലേഷനിലേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ മ്യൂ സീറോ കോമൺ ആയിട്ട് എടുത്ത് ഇന്റൻസിറ്റി ഓർ കറന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ മാഗ്നറ്റൈസേഷൻ കറന്റ് എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏത് അതല്ലടാ, ഇത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി എന്ന് പറയുന്നത് എപ്പോഴാ? ഒരു ഫീൽഡിൽ മെറ്റീരിയൽ വെച്ച് കഴിയുമ്പോഴല്ലേ അത് മാഗ്നറ്റൈസ്ഡ് ആവുള്ളൂ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് കൂടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കറന്റ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ഫീൽഡിൽ കൊണ്ടുവന്ന് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എന്തായി? മാഗ്നറ്റൈസ്ഡ് ആയി. അപ്പൊ അതിനെന്തുണ്ട്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അതാണ് ഞാൻ കറന്റ് എന്ന് പറഞ്ഞു തന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച് മെറ്റീരിയലിന് കറന്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിൽ എന്താ ഉണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവിടെ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ച്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫീൽഡിലേക്ക് ഞാൻ എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ച്, അപ്പൊ ആ മെറ്റീരിയൽ പിന്നെ എന്തായി? മാഗ്നറ്റ് ആയില്ലേ? മാഗ്നറ്റൈസ്ഡ് ആയി. അതിന് മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടും. അപ്പൊ അതിനെന്തുണ്ട്? ഒരു മാഗ്നറ്റൈസേഷൻ പവർ കിട്ടി. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ മെറ്റീരിയൽ ഒന്നുമില്ല, അത് വെറുതെ ഇരിക്കുവാന്ന് വിചാരിക്കും. ഫ്രീ സ്പേസിൽ ഇരിക്കുമ്പോൾ അതിനെന്തുണ്ട്? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്. അതാണ് ഈ എച്ച് എന്ന് പറഞ്ഞേക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ വരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ആലോചിക്കുക, ഒരു ഫീൽഡിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയൽ ആണ് മാഗ്നറ്റൈസ്ഡ് ആയി മാറുന്നത്. അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാഗ്നറ്റൈസ്ഡ് ആയി മാറി. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് മ്യൂ സീറോ ഇൻറ്റു എച്ച് പ്ലസ് ഐ. അത് എഴുതി പോയിക്കോട്ടെ. സസെപ്റ്റബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഇനി അല്ല, ഇതുകൂടെ ശ്രദ്ധിച്ചോ, നമുക്ക് വേണ്ടത് എന്താ? കൈയും മ്യൂവും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഈ ടേമിനെ ഞാൻ ഐയുടെ ഈ ടേം കണ്ട, ഈ ടേമിനെ ഞാൻ എച്ച് വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എച്ച് പ്ലസ് ഇതിന് മൾട്ടിപ്ലൈയും ഡിവൈഡും ഞാൻ ചെയ്ത്. ഓക്കെ, അതെന്തിനാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവും. നോക്കിക്കേ, അപ്പൊ ഇനി നമുക്ക് ഈ എച്ചിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പൊ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എച്ച് 1 പ്ലസ് ഐ ബൈ എച്ച്. ഐ ബൈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ബൈ എച്ച് എന്താ? കൈ. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എച്ച് ഇൻറ്റു 1 പ്ലസ് കൈ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഇതൊക്കെ വേർഡ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണോട്ടെ. ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ മെറ്റീരിയൽ വന്നു കഴിഞ്ഞപ്പോൾ അത് മാഗ്നറ്റൈസ്ഡ് ആയി, അതുകൊണ്ടാണ് നമ്മൾ ഐ കൊടുത്തത്. പക്ഷെ ഫ്രീ സ്പേസിൽ വേറെ മെറ്റീരിയൽ ഒന്നുമില്ല. ഫ്രീ സ്പേസിൽ പക്ഷെ ഓൾറെഡി എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അവിടെ എന്തായാലും, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി അടുത്തതൊരു വലിയ പേജ് എടുത്ത് വരക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പോവാം മെറ്റീരിയലിന്. ഇതുകൂടെ തീർക്കണം, വേഗം എഴുതിക്കോട്ടാ.
ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഉറങ്ങിപ്പോരുത്, ഇനി ഇൻട്രസ്റ്റിംഗ് ഞാൻ പറയാൻ പോകുന്നു. ഇനി ഉറങ്ങല്ലേ. ഇനി ഒരു പുതിയ പേജ് എടുത്തിട്ട് ഒന്ന് മെറ്റീരിയൽ നമ്മളിപ്പോ പറഞ്ഞ ഡയ, പാര, ഫെറോ. അപ്പൊ മാഗ്നറ്റിസം എന്താന്ന് മനസ്സിലായി, മാഗ്നറ്റ് എന്താന്ന് മനസ്സിലായി. ഇനി മാഗ്നറ്റിക് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ അയോൺ ആണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പവർ ഉള്ള മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, നമുക്ക് അറിയാവുന്നതായി. ഇപ്പൊ അയോണിക് സബ്സ്റ്റൻസിനെ പെട്ടെന്ന് എന്ത് ചെയ്യും, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. ഇനി നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകും. അപ്പൊ വേഗം ഒന്ന് 3 കോളംസ് വരച്ചോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ടേബിൾ ആക്കി കറക്റ്റ് ആയിട്ട് വെക്കുന്നു. അപ്പൊ മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എഴുതണം കേട്ടോ. ഏതൊക്കെ മെറ്റീരിയൽ ഏതാ ഉള്ളതെന്ന് എല്ലാം എഴുതണേ. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഇത് എഴുതി വെക്കേണ്ട ടൈപ്പ്. ഇത് മാത്രം ക്ലാസിഫൈ ചെയ്താൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി എഴുതി വെക്കുന്നത്. നമുക്ക് ലാസ്റ്റ് എഴുതാം എക്സാമ്പിൾസ്. ജസ്റ്റ് ഇത് എഴുതിയാൽ മതി. പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക്. പ്രോപ്പർട്ടി വേണമെന്നില്ല. മൂന്നെണ്ണായാലും മതി. വരച്ചു പോയാ കുഴപ്പമില്ല, വരച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം എന്താണ് കഴിഞ്ഞ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാ. ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി മറന്നു, 3 മെറ്റീരിയലിന് 3 ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. ഡയ, പാര, ഫെറോ, അത് മാത്രമാണ് നിങ്ങൾക്ക് പറയാവുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ 3 കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിട്ടാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3 കാറ്റഗറി എന്ന് പറയുമ്പോ ഡയ എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല മടിയുള്ളവരാണ്. ഓക്കെ, ജസ്റ്റ് ഓർത്തു വെക്കാനുള്ള എക്സാമ്പിൾ പറയുന്നത്. അതിപ്പോ അവരവർക്ക് ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും ഏത് കാറ്റഗറി ആണെന്ന്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഡയ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചേ, എല്ലാരെയും പറയും, എല്ലാവരുടെ എക്സാമ്പിൾ വരും. ഡയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മടിയുള്ളവരാണെന്ന് വിചാരിക്കുക. പഠിക്കാൻ താല്പര്യമില്ല, ജസ്റ്റ് ഓർത്തു വെക്കാനുള്ള ഇതിലാണ്. അതൊന്നും പോയി എക്സാമിന് എഴുതി വെക്കരുത്. പഠിക്കാൻ താല്പര്യമൊന്നുമില്ല, അങ്ങനത്തെ കാറ്റഗറി. പാര എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വെച്ചാൽ ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ വെറുപ്പിക്കൊന്നുമില്ല, ഓക്കെ മൈൻഡിൽ പോണവരാണ് പാര. മിഡിൽ ബെഞ്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, അതായിരിക്കും കാറ്റഗറി. ഫെറോയാണ് ടീച്ചേഴ്സിന്റെ പെറ്റ്. നന്നായിട്ട് പഠിക്കണം, നല്ല പവർ ആയിട്ടുള്ള പിള്ളേര്, അതാണ് ഫെറോ. ഓക്കെ, സ്വന്തമായിട്ട് ഫെറോ. ഓക്കെ, ഫെറോയാണെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ ഇപ്പൊ നമ്മൾ ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോവാ. അപ്പൊ ഇവരുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാ. അപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ നിൽക്കുവാന്ന് വിചാരിക്കുക. ഞാനിപ്പോ ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കും, പറയട്ടെ. ഞാനിപ്പോ ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കും. ഞാനാണ് മാഗ്നറ്റ് എന്ന് വിചാരിക്കും. ഓക്കെ, ക്ലാസ് എടുക്കുവാണ്, ഞാനാണ് മാഗ്നറ്റ്. ഇവരെങ്ങനെയായിരിക്കും ഇവര് അടുത്ത് വരുമോ? ഇല്ല. അപ്പൊ വീക്ക്ലി അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഞാനാണ് ഇപ്പൊ ഫീൽഡ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോ പഠിക്കുന്ന ബുക്കിനോട് ഇവരുടെ എങ്ങനെയായിരിക്കും അപ്രോച്ച്, എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്നോട് ഇവരുടെ ഉള്ള അപ്രോച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? വീക്ക്ലി അട്രാക്റ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ദൂരം മാറിയിരിക്കാനേ ഇവര് നോക്കുള്ളൂ. അപ്പൊ എന്താ, ഡയാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബേസിൽ പറയാനാണെങ്കിൽ they are weakly attracted towards magnetic field. Weakly attracted towards magnetic field. ഓക്കെ, അപ്പൊ അവര് വീക്കാണ്, അവര് മാറിയിരിക്കാനേ എപ്പോഴും ശ്രദ്ധിക്കുള്ളൂ. ബുക്ക് കാണുമ്പോൾ അവർ മാറിക്കളയും, ടീച്ചേഴ്സിനെ കാണുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പോകും. എന്നോട് ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, ഇനി അവരെങ്ങനെയായിരിക്കും? മിഡിൽ ബെഞ്ചേഴ്സിനെ ആലോചിച്ച് നോക്കുക, അവരെങ്ങനെയായിരിക്കും? കുഴപ്പമില്ല, ദേ ആർ അട്രാക്റ്റഡ്, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി അട്രാക്റ്റഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും പറയാൻ പറ്റില്ല, മോഡറേറ്റ് ആയിരിക്കും.
പക്ഷെ കുഴപ്പമില്ല, ഒരു ശല്യം ഇല്ലാതെ പോവുക. അപ്പൊ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ആർ അട്രാക്റ്റഡ്. അവര് കുഴപ്പമില്ല, അട്രാക്റ്റഡ് ആണ്. ഇവര് വീക്കാണ്, ഇവര് നന്നായിട്ട് അകന്നു പോവാൻ നോക്കുന്നു. ഇവരെന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ദേ ആർ അട്രാക്റ്റഡ്. ഇപ്പൊ എഴുതല്ലേ, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ബി. ഇനി അടുത്തത് ഫെറോ. ഫെറോയിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ള. ഫെറോ എങ്ങനെയായിരിക്കും? സത്യം. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് കണ്ട, ഇത് തന്നെ നമുക്ക് എഴുതാനുള്ളത്. ദേ ആർ ഹൈലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. They are highly attracted towards B. ദയവ് എഴുതിക്കോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനി ക്ലാസിഫൈ ചെയ്ത് ഇനി സെക്കൻഡ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നതാണ്. ഇപ്പൊ എഴുതി കഴിഞ്ഞ ഇത് എഴുതിക്കോ, തീർക്കണം. ഇന്ന് ഇവരുടെ കഥ, 3 പേരുടെയും കഥ പറഞ്ഞ് തീർക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്. ഞാനിപ്പോ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കണേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കട്ടെ. ഫസ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സിലേക്ക് കയറി വരും. അപ്പൊ ഞാൻ പറയും ഇവിടെ ഫ്രണ്ടിൽ ഇരുന്നോ എന്ന് പറയും. അപ്പൊ ഇവരെന്തായിരിക്കും ചെയ്യാ? ബാക്കിലേക്ക് പോകും. അപ്പൊ എന്താ? ദേ ആർ മൂവിങ് ഫ്രം സ്ട്രോങ്. ഞാൻ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ. അപ്പൊ എന്റെ അടുത്ത് നിന്ന് ഇവരെന്ത് പോവാനേ ശ്രമിക്കുള്ളൂ. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? പോകും. അപ്പൊ ദേ ആർ മൂവിങ് ഫ്രം സ്ട്രോങ് ഫീൽഡ് ടു വീക്ക് റീജിയൻ. സ്ട്രോങ്ങിൽ നിന്ന് വീക്കിലേക്ക് പോകും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, കുഴപ്പമില്ല, ഇംപ്രൂവ്മെന്റ് ഉണ്ട്, നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കയറി പോരും അല്ലെ. അപ്പൊ ഇവരാണെങ്കിൽ ഇവരിപ്പോ വീക്ക് റീജിയനിലാണ് ഇരിക്കണേന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് കയറി ഇരിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് കയറിയിരിക്കും അല്ലെ. അപ്പൊ വീക്ക് റീജിയണിൽ നിന്ന് അവർക്ക് എന്തിന് താല്പര്യമുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്, ഞാൻ പറഞ്ഞിരിക്കാൻ. പക്ഷെ ഇവരെന്ത് ചെയ്ത്? ഇവരിവിടെ നിന്ന് ബാക്കിലേക്ക് പോയിരുന്നു. അപ്പൊ സ്ട്രോങ് റീജിയൻ വേണ്ടാന്ന് പറഞ്ഞ അവര് വീക്കിലേക്ക് തന്നെ പോയി. ഇനി അടുത്ത കാറ്റഗറിനോട് ഞാൻ പറഞ്ഞു കയറിയിരിക്കുവോ എന്ന് ചോദിച്ചപ്പോ അവര് എങ്ങോട്ട് വന്നിപ്പോ നിങ്ങൾ ബാക്കി ഇരിക്കണേന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു കയറിയിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉറപ്പായിട്ടും കയറി നന്ദന ബാക്കിലേക്ക് പോകുന്നു. ഓക്കെ, കയറിയിരിക്കും അല്ലെ. അപ്പൊ കയറിയിരിക്കുമ്പോ നമുക്ക് ഇവരെ എന്തെന്ന് പറയാം? ഇവര് വീക്ക് റീജിയണിൽ നിന്ന് എങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നു? ഇവര് സ്ട്രോങ്ങിൽ നിന്ന് വീക്കിലേക്ക് പോകുന്നു. ഇവരെന്ത് ചെയ്യുന്നു? വീക്കിൽ നിന്ന് സ്ട്രോങ്ങിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇനി അടുത്ത കാറ്റഗറി ഞാൻ പറയണ്ട, ഇവരെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവരെപ്പോഴും എവിടെ ആയിരിക്കും? ദേ ആർ ഇൻ ദ സ്ട്രോങ് റീജിയൻ, അത്രേ ഉള്ളൂ. അപ്പൊ എഴുതിക്കോ അടുത്തത് ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ തന്നെ വരുന്നതാണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ദേ മൂവ് ഫ്രം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ടു വീക്ക്. ദേ മൂവ് ഫ്രം, ഇതൊക്കെയാണ് കേട്ടോ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ദേ മൂവ് ഫ്രം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ടു വീക്ക് റീജിയൻ. ഇനി ഇവരെങ്ങനെയാണോ നമ്മൾ പറഞ്ഞത്? വീക്ക് ടു സ്ട്രോങ്. ഇനി ഇവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഇവരെന്താ? ദേ ആർ ഓൾവേസ് ഇൻ ദ സ്ട്രോങ് റീജിയൻ. അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതിൽ തന്നെ വരുന്നത്. ഇതെല്ലാം മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനുള്ള അട്രാക്ഷൻ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവർ ഇരിക്കുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ പറയുന്നതിനൊക്കെ എങ്ങനെയായിരിക്കും ഇവര് പറയുന്നത്? ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് പറയുന്നത് ഇവരെപ്പോഴും അലൈൻ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഞാൻ എന്ത് പറയുന്നു അതിനെതിരായിട്ട് മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുക. ഇവരെന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടായിരിക്കും, എനിക്ക് നേരെ ഞാൻ എന്താണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ അവര് പോകുന്നു. ഓക്കെ, ഇവരെങ്ങനെയായിരിക്കും? ദേ ആർ ഓൾവേസ് ഇൻ പാരലൽ. അവർ പാരലൽ ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ അലൈൻമെന്റാ പറയുന്നത്. ഇവരെ ആലോചിക്കുമ്പോൾ ഓർക്കുക ഞാൻ എന്താണോ പറയുന്നതിന് അതിനെതിരായിരിക്കും, മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട്. ദേ ആർ അലൈൻ പെർപെൻഡിക്കുലർ റീജിയൻ, പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവർ നിൽക്കും. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ കേൾക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ദേ ആർ പാരലൽ ആയിട്ട് വന്ന് നിൽക്കും. മറ്റവര് ഓൾവേസ് ഇൻ ദ പാരലൽ. അപ്പൊ എഴുതിക്കോ
ഇതെഴുതിക്കോ. ദേ അലൈൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ദേ അലൈൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. ഇതിന് ഇവർ എങ്ങനെ നിൽക്കുമെന്നാ പറഞ്ഞത്? നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതിയത്? ദേ ആർ അലൈൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് പീപ്പിൾ എങ്ങനെയായിരിക്കും നിൽക്കുക? പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവർ നിൽക്കുക. ഇനി അടുത്തത് ഇവരുടെ എഴുതിക്കോ. ദേ അലൈൻ പാരലൽ ടു ദ ഫീൽഡ്. ദേ അലൈൻ പാരലൽ ടു ദ, സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് വേണേ ഫിഗർ വരച്ച് കാണിക്കാൻ. ജസ്റ്റ് ദേ അലൈൻ പാരലൽ ടു ദ ഫീൽഡ്. പാരലൽ എന്ന് പറയുമ്പോൾ ഫീൽഡ് എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നിൽക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിൽക്കുന്നു. മറ്റവരുടെ കേസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ദേ ആർ ഓൾവേസ് അലൈൻ പാരലൽ ടു ദ ഫീൽഡ്. അവർക്ക് ഒരു മാറ്റമില്ല. അവർ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കാറ്റഗറിയിൽ തന്നെ വരും. മറ്റവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവര് വരുന്നുണ്ട്. ദേ ആർ ഓൾവേസ് അലൈൻ പാരലൽ ടു ദ ഫീൽഡ്. സെയിം ഫിഗർ തന്നെ ഇവിടെ വരച്ച് കാണിച്ചു കേട്ടോ. അവരെപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇവർക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, എന്നാലും ഇവർ എന്ത് ചെയ്യും? പറഞ്ഞു കഴിയുമ്പോൾ അവരങ്ങനെ വരും. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാ ക്ലാസ് കഴിയുമ്പോ നമുക്ക് പറയാം ആരൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ വരും. ഓക്കെ, പറയട്ടെ. എല്ലാരും ഫെറോയ്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാരും ഫെറോയ് ആവണോന്നാണ്. ഇനി അടുത്തത്, ഇനിയിപ്പൊ ഞാൻ ക്ലാസ് എടുക്കണേന്ന് വിചാരിക്കും. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കണേന്ന് വിചാരിക്കും. ഈ കാറ്റഗറി ഓഫ് പീപ്പിളിന്റെ തലയിലേക്ക് അത് കയറുന്നത് എത്രത്തോളം ആയിരിക്കും? ഇവര് ശ്രദ്ധിക്കുക പോലും ചെയ്യൂലല്ല. ഇവരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ചിന്തിക്കുക. അപ്പോ ഈ കാറ്റഗറി ഓഫ് പീപ്പിളിന്റെ അടുത്തേക്ക് ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ കുറെ നിന്ന് പറയുന്നു. ഇവരുടെ തലയിലേക്ക് എങ്ങനെയായിരിക്കും കയറുക? എങ്ങനെയായിരിക്കും? ഇവര് കയറത്തില്ല, ഇവര് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സ്പെൽ ചെയ്ത് പോകും. അവരിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പോയി. ഇപ്പൊ ഇതാണ് മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. വരക്കാൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇത്രയും. ഞാൻ അടുത്തത് മായ്ച്ചു വരച്ചോട്ടെ. ഫീൽഡിലേക്ക് ഞാൻ പറയുന്നതെല്ലാം എക്സ്പെൽ ചെയ്ത് പോകുന്നു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ഫീൽഡ്. ഫീൽഡിൽ നിന്നെല്ലാം എക്സ്പെൽ ചെയ്ത് പോകുന്നു. ഫീൽഡിലേക്ക് ഒന്നും കയറുന്നില്ല. ഓക്കെ, തലയിലേക്ക് ഒന്നും കയറുന്നില്ല, എല്ലാം എക്സ്പെൽ ചെയ്ത് പോകുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് വരച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഫെറോ മാഗ്നറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഈ ക്ലാസ്സിൽ? ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, ഇനി അടുത്ത എക്സാമിന് മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആവും? പാര ഏതാ പറഞ്ഞത്? ജ്യോതിസും പ്രഭവും എന്താവും എനിക്കറിയാം. പറയണ ഏതാവും? ജോസ് പറഞ്ഞോളൂ എന്നാ. ഓക്കെ, വേഗം എഴുത്. ഇപ്പൊ എനിക്ക് തോന്നണില്ല ഫെറോയാണെന്നാരും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ഫീൽഡ്. ഫീൽഡിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പോകുന്നു. All the magnetic field lines are expelled out. All the magnetic field lines are expelled out. Okay, magnetic field lines are expelled from the material. മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് ഒന്നും കയറിയിട്ടില്ല ഫീൽഡ് ലൈൻസ്. ഇനി ഇവരെന്ന് പറയുമ്പോ എന്തായിരിക്കും പറയണത്? പഠിപ്പിക്കണതൊക്കെ കുറച്ച് എന്തായിരിക്കും? എല്ലാം കയറൂല, എന്നാലും കുറച്ച് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് കുറച്ച് കിട്ടും. എല്ലാ ലൈൻസും പുറത്തേക്കല്ല, എക്സ്പെൽഡ് അല്ല, എന്നാലും കുറച്ച് ഇവർക്ക് കിട്ടും. ഓക്കെ, ഫെറോ നമുക്കറിയാലോ. ഫെറോയ്ക്ക് എന്തായിരിക്കും? ഫുൾ ലൈൻസും മെറ്റീരിയലിലേക്ക് തന്നെ കയറും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മെറ്റീരിയലിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോകും.
മനസ്സിലായോ എങ്ങനെയാ കമ്പയർ ചെയ്തേക്കുന്നതെന്ന്? ഇവരുടെ തലയിലേക്ക് ഒന്നും കയറുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ്, ഓൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഔട്ട്. പക്ഷെ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും എന്താ, കുറച്ച് ലൈൻസ് കയറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഫെറോയിൽ നോക്കി കഴിഞ്ഞപ്പോ എന്താ, അവർക്കെല്ലാം കിട്ടും. അത്ര ആലോചിച്ചാൽ മതി. ഇനി അടുത്തതാണ് റിയാലിറ്റി പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഞാനിപ്പോ ക്ലാസ് എടുത്ത് എന്താണ് ഇതോ, പാരഡൈം ഫെറോഡയും ഇത് തന്നെ. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞ, ഓൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഔട്ട്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ത്രൂ ദ മെറ്റീരിയൽ. സം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ത്രൂ ദ മെറ്റീരിയൽ. മറ്റേതിലെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, സം ആണോ ഫ്യൂ ആണോ? ഓൾ ദ ലൈൻസ് ആർ പാസ് ത്രൂ ദ മെറ്റീരിയൽ. ഫെറോനെ പറ്റി പറയാനപ്പോ എല്ലാവർക്കും സ്റ്റേറ്റ്മെന്റ് അറിയാം എന്തായാലും. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇവർക്ക് ശ്രദ്ധിക്കണില്ല. എന്നാലും ഞാൻ കുറെ വഴക്കൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് അവരിവിടെ ഇരുന്ന് ശ്രദ്ധിച്ച് അവർക്ക് കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയെന്നിരിക്കട്ടെ. കുറച്ച് ശ്രദ്ധിച്ചു, അവർക്ക് കിട്ടി. ഇപ്പൊ ഇത്രയും ഒന്ന് പറയുമല്ലേ, അതായത് ഒരു മെറ്റീരിയലിനെ കൊണ്ടുവന്ന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, കിട്ടും. അതുപോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കുറെ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കിട്ടി. പക്ഷേ ക്ലാസ് വിട്ടു, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്തായിരിക്കും, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഞാൻ ഇവിടെ നിന്ന് പോയി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പൊ ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ പിന്നെ എന്തായിരിക്കും ചെയ്യുക, ഇവിടെ പഠിപ്പിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, ഓർക്കാൻ ശ്രമിക്കോ? ഇല്ല. അപ്പൊ ദേ ലൂസ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് പ്രോപ്പർട്ടി ഫുൾ അവരുടെ പോകും. ഇനി ഇങ്ങനെയുള്ളവര്, അപ്പൊ ഞാൻ പഠിച്ചിട്ട് വന്നു എന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളവർ എന്തായിരിക്കും ചെയ്യുക, അവർക്ക് ഇവിടെ പഠിപ്പിച്ചത് എന്തെങ്കിലും ആയിട്ട് എന്തായിരിക്കും ഉണ്ടാവും, ദേ റീറ്റെയിൻ സം, കുറച്ച് നോളജ് അവർ റീറ്റെയിൻ ചെയ്യും. തേർഡ് കാറ്റഗറി, ക്ലാസ്സിൽ ഫുൾ അറ്റൻറ്റീവ് ആണ്, വീട്ടിൽ പോയാലും പഠിക്കുന്നു. അപ്പൊ അവർക്ക് എല്ലാം എന്ത് കിട്ടിയിട്ടുണ്ടാവും, ദേ കംപ്ലീറ്റ്ലി റീറ്റെയിൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവർക്ക് കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും ഞാൻ പോവുക അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവുക, അപ്പൊ എന്താവും, കിട്ടിയത് വരെ പോയിട്ടുണ്ടാവും. ഇവർക്കാണെങ്കിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവരാണെങ്കിൽ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എഴുതിക്കോ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻ ദ ആബ്സെൻസ് ഓഫ്, ലാസ്റ്റ് ക്ലാസ്സിൽ പോയി വന്നു ബാക്കിൽ ഇരുന്നു, അതൊന്നും എഴുതി വെക്കരുത്. ഞാനിത് കണക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാ. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ നിങ്ങക്ക് ഒന്നുമില്ലെങ്കിലും ഈ കാറ്റഗറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ടും നിങ്ങക്ക് കിട്ടുന്നില്ലേ എങ്ങനെ പറയാമെന്ന്. അപ്പൊ ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേന്ന് പറഞ്ഞാൽ ആ പോയിന്റ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാ വേണ്ടത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, they completely lose its magnetic property. മറ്റവരാണെങ്കിൽ they retain some and another one completely retain. എല്ലാം കിട്ടും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ തന്നെ ജസ്റ്റ് എഴുതി വെക്കാൻ പോവാണേ. പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മ്യൂവിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നാ നമ്മൾ പറഞ്ഞത്. മ്യൂവിന്റെ വാല്യൂ നമ്മൾ അതിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഓക്കെ, അല്ലെ അടുത്ത് എഴുതിക്കോ, ഇത് എഴുതി കഴിഞ്ഞ ഇത്രയും. ഇനി ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ നെഗറ്റീവ് മൈൻഡ് ആയിരിക്കോ പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയും ഫുൾ എവൺ എല്ലാവരും വാങ്ങിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഡയലുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾ എന്തെന്നായിരിക്കും എന്നോട് തിരിച്ച് പറയാ. ഞാൻ പറയണേ നമുക്ക് ഫുൾ എവൺ വേണം, എല്ലാവരും വാങ്ങിക്കണം എന്ന് ഞാൻ പറയണേ. അപ്പൊ ഈ ഡയലുള്ള ആൾക്കാര് എങ്ങനെയായിരിക്കും എന്നോട് റിപ്ലൈ വരിക, പാസ്സാവില്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കാം കൈ, സസെപ്റ്റബിലിറ്റിയുടെ കാര്യം ഞാൻ ഈ പറയുന്ന. സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളിപ്പോ പഠിച്ചതാണ്. സസെപ്റ്റബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ. സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ കൈ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവരോട് ഞാൻ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പറയും, നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, അവർ നെഗറ്റീവ് അടിക്കാതെ അവർ ജസ്റ്റ് പോസിറ്റീവ് ആയിട്ട് തുടങ്ങും. ആൻഡ് ലാസ്റ്റ് വൺ ഹൈലി പോസിറ്റീവ്, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല.
ഓക്കെ, അടുത്തത് നമ്മള് പെർമിയബിലിറ്റിയുടെ കേസ് വെച്ചാ പറയാൻ പോവാ. ഓക്കെ, പെർമിയബിലിറ്റിയുടെ കേസ് വെച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയണതാണ് ഈ കാറ്റഗറി ഓഫ് പീപ്പിളിനോട് ഇപ്പൊ നമുക്ക് പെർമിയബിലിറ്റിയുടെ വാല്യൂടെ റേഞ്ച് വരുന്നത് 1-ലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ 1 വെച്ച് പറയുന്നത്. ഇവരുടെ കാറ്റഗറിയിൽ മാർക്കിന്റെ ബേസിൽ 1 വെച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇതിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാം. അപ്പൊ ഞാൻ ഇവരോട് ഞാൻ പറയണേണ് 1ന്റെ പ്ലേസിൽ ഞാൻ ഇപ്പൊ പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയണേ 100, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മാർജിനൽ മാർക്ക് ഇപ്പൊ ഞാൻ പറയും ഇവരോട് ഞാൻ പറയണേണ് 1-ൽ കുറയരുതെന്ന് പറയണേ. മാർക്ക് 1-ൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയണേ 1-ൽ. ഇപ്പൊ നമുക്ക് പോയിന്റ് ഇപ്പൊ ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ ഇപ്പൊ 2-ലാണെന്ന് വിചാരിക്കാം, 2-ൽ ഔട്ട് ഓഫ് 5-ലാണ് മാർക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവരോട് പറയും അപ്പൊ നമുക്ക് പോയിന്റ് മാർക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം, 0.1 0.2 ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മാർക്ക് ഒരു എക്സാം ആണെന്ന് വിചാരിക്കാം, ഔട്ട് ഓഫ് 5-ലാണ്. അപ്പൊ 0.1 0.2 0.3 അങ്ങനെയൊക്കെ എനിക്ക് മാർക്ക് റേഞ്ച് ഇടാം. അപ്പൊ ഞാൻ ഇവരോട് ഞാൻ പറയുവാണ്, ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എന്ത് വന്നാലും 1-ൽ താഴേക്ക് പോവരുത്, 5-ലാണെന്ന് 1-ൽ താഴേക്ക് പോവരുതെന്ന് പറയുക. ഇവരെന്തായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞത് 1-ൽ താഴെ പോരുത്, എന്ത് വന്നാലും 1-ൽ താഴെ പോരുത്. അപ്പൊ ഇവരെന്തായിരിക്കും? ഓഫ് കോഴ്സ് എന്ത് വന്നിട്ടുണ്ടാവും? 1-നേക്കാളും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ 1 വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാർക്ക് എന്തായിരിക്കും? ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക്കിനോട് ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഈക്വൽ ടു 1 അല്ല, അവര് 1-ൽ കൂടുതൽ വാങ്ങിച്ചു. 1 ഞാൻ മാർജിനൽ ലെവലാ പറഞ്ഞത്, 1-ൽ താഴെ പോവരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഏകദേശം അതിനേക്കാളും ഒരു പോയിന്റ് കൂടി, ജസ്റ്റ് കുറച്ചുകൂടി വാങ്ങിച്ചു. ഇവരുടെ റേഞ്ച് എങ്ങനെയിരിക്കും? അവരിലിപ്പോ ഏകദേശം നന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇതൊക്കെ എന്റെ കൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ പറയണത്. ലാസ്റ്റ് എക്സാമിന് എഴുതി വെക്കരുത് ഇതൊന്നും. ഇത് എഴുതണം, പക്ഷെ കൺസെപ്റ്റ് ക്ലിക്ക് ആവാൻ വേണ്ടി പറഞ്ഞതാ, ഒന്നുമില്ലെങ്കിൽ ഇത് ഓർത്തിരിക്കുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. ഏത്? പെർമിയബിലിറ്റിയുടെ വാല്യൂ. ഇത് സസെപ്റ്റബിലിറ്റി, ഇത് പെർമിയബിലിറ്റി. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് 6:30 ഞാൻ തീർക്കണം എന്ന് ഓർത്തോ. ഒരു കുഞ്ഞു പോർഷൻ കൂടെ എടുക്കാനുണ്ടാവും. ഹിസ്റ്ററിസിസ് കർവ് പറയാനുണ്ട്. അത് കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ എന്തായാലും അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാൻ ചാപ്റ്റർ തീരും. ചില പറ്റുമെങ്കിൽ നമുക്ക് 6th ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഈ ചാപ്റ്ററിന് പ്രോബ്ലം ഒന്നും ചെയ്യിപ്പിക്കാറില്ല പൊതുവെ അധികം. മെയിൻ ആയിട്ട് വന്നുകൊണ്ടിരുന്ന എർത്ത് മാഗ്നറ്റിസത്തിലായിരുന്നു ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ഇൻക്ലിനേഷൻ. അത് നിങ്ങൾക്ക് ഡെലീറ്റഡ് വേണം, പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഇനി എക്സാം ആയെന്ന് വിചാരിക്കട്ടെ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് കേട്ടോ പറയുന്നത്. ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാ പറയുന്നത്. എക്സാം ആയെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഇവര് എന്റെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ടാ? ഇല്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എന്നെ ഡിപ്പെൻഡേ ചെയ്യത്തില്ല. മനസ്സിലായി? ഞാനിപ്പോ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കും, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ എഴുതിക്കോട്ടെ, സസെപ്റ്റബിലിറ്റി, പെർമിയബിലിറ്റി. ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആ പറയണത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എക്സാം ആയെന്ന് വിചാരിക്കട്ടെ. എക്സാം ആയാലും ഇവര് എന്റെ അടുത്ത് വന്ന് ഇതൊന്ന് പറഞ്ഞു തരുമോ ഒന്നും പറഞ്ഞ് ഈ കാറ്റഗറി എന്ത് വന്നാലും ചോദിക്കത്തില്ല. പാസ്സായ പാസ്സായി അല്ലെ? അപ്പൊ ഇവരെന്തായിരിക്കും? ടെമ്പറേച്ചറിനോട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇനി ഇവരെന്ന് പറഞ്ഞാൽ ആ പാരയ, ഇവർക്ക് എന്ത് വന്നാലും ഇവർ എന്ത് വരും? എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും. ഇത് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചെങ്കിൽ ഇവര് വരും. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ്. ഇനി ഇവര് ആ കാറ്റഗറി എങ്ങനെയായിരിക്കും? അവര് എക്സാമിന്റെ ടൈം ആകുമ്പോൾ ബോർഡ് എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന ടൈമിലാണ്. എന്റെ കയ്യിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും, പല ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് വരും, അവര് ഡിപ്പെൻഡ് ചെയ്യും കംപ്ലീറ്റ്ലി. അവര് വന്ന് എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞതാ ഇത് പഠിക്കണം ഏതൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ അവര് വരും എന്തായാലും. ഇവരും കുഴപ്പമില്ല. ഈ കാറ്റഗറി അപ്പോഴും എന്താണ്? ദേ ആർ ഓൾവേസ് ചിൽ. എക്സാം ആയാലും ചിൽ. ഓക്കെ, അപ്പൊ ഇതെന്താ? ഇറ്റ്സ് ഹൈലി ഡിപ്പെൻഡന്റ്. ഓക്കെ, ഇതിൽ നമ്മളൊരു ചെറിയ കേസും കൂടെ എഴുതി വെക്കാൻ പോവാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റബിലിറ്റിയുടെ ഒരു കേസാണ് നമ്മൾ ക്യൂരീസ് ലോ എന്ന് പറയും. ഇപ്പൊ പാരാമാഗ്നറ്റിക്കിന്റെ അതിൽ തന്നെ എഴുതിക്കൊള്ളേ. ഇപ്പൊ ഏകദേശം പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രോപ്പർട്ടി എന്ന് പഠിച്ചു കഴിഞ്ഞ് ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ, ഇനിയുണ്ട് ടാൻഡി ഫെറോ, ഫെറിയൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വലുതായിട്ട് നോക്കാനില്ല. നമ്മളിപ്പോ തൽക്കാലം ഈ 3 മെറ്റീരിയലിനെ പറ്റി ക്ലാസിഫൈ ചെയ്യുക. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് മനസ്സിലിട്ടിട്ട് ആലോചിക്കുക. ഇതൊരു ലോജിക് ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാ. സ്കൂളിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പഠിപ്പിക്കണത്, എന്റെ മിസ് ഇങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാവും, ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഡയറക്റ്റ് പോയി ലാസ്റ്റ് ബെഞ്ച് ഇരിക്കുന്നു, ബാക്ക് ബെഞ്ച് ഇരിക്കുന്നു, അതൊന്നും എഴുതരുത്.
പക്ഷെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആ ഒരു കൺസെപ്റ്റോട് കൂടി തന്നെ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും. ഇപ്പൊ പെട്ടെന്ന് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും. ആർക്കാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ, അങ്ങനെയൊക്കെ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആലോചിക്കാം. അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഓഫ് കോഴ്സ് മറന്നുപോകും. വാല്യൂന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് ഒക്കെ വരക്കുന്നതും അതൊക്കെ നമ്മൾ മറന്നുപോകും ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ നമുക്കൊന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് വെച്ച് ആലോചിച്ചാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരാമാഗ്നറ്റിക്കിൽ കൂടെ എങ്ങനെയാണ് പോകുന്നത്, അല്ല ഡയലിൽ കൂടെ എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ജസ്റ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത് എഴുതിയോ, ക്യൂറി വേസസ് ലോ. ക്യൂറി വേസസ് ലോ, ക്യൂറി വേസസ് ലോ. അപ്പൊ ക്യൂറി പ്രോപ്പർട്ടി ആയിട്ട് എഴുതണ്ട, അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനുള്ള ഒരു ലോ ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒബേ ചെയ്യുന്ന ലോ ആണ്. അപ്പൊ ക്യൂറി വേസസ് ലോ എന്ന് എഴുതിക്കോ, ക്യൂറി വേസസ് ലോ, അല്ലെങ്കിൽ ക്യൂരീസ് ലോ എന്ന് കൊടുത്താലും മതി. ക്യൂറി വേസസ് ലോ. ഓ, അതിനു മുമ്പ് തന്നെ ലാസ്റ്റ് ഇതിന്റെ ലാസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് എഴുതി വെച്ചോട്ടാ. എക്സാമ്പിൾസ് എഴുതി വെച്ചോ. കൊടുത്തേക്കുന്നത് നമ്മൾ പറഞ്ഞു തന്നെ, ഓൾറെഡി എഴുതിയതായിരിക്കുന്നല്ലോ, ഒന്നും കൂടെ എഴുതി വെച്ചോ. NaCl വേണമെങ്കിൽ ഇട്ട് വെച്ചോ. അതൊക്കെ മിനിമം ഒരു 2-3 ഓർത്ത് വെക്കണം കേട്ടോ. ഫെറോ മാഗ്നറ്റിക് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അയേൺ എങ്ങനെയാണ്, അയേണിന് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അയേണിന്റെ ആ ഒരു അയേൺ മെറ്റീരിയൽ, അയോണിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അയോണിക് മെറ്റീരിയലിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നത് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പൊ വാട്ടർ എന്ന് പറയുമ്പോൾ അതിനെന്താ മാഗ്നറ്റിക് ബിഹേവിയർ ഒട്ടും ഇല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുക, അപ്പൊ കിട്ടും. ഓക്കെ, SI ക്യൂരീസ് ലോ എഴുതിയ, ക്യൂരീസ് ലോ എന്ന് ഹെഡിങ് കൊടുത്താ. ക്യൂരീസ് ലോ ഫോർ എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, for a paramagnetic material, magnetic susceptibility എന്ന് പറഞ്ഞാൽ എന്താ? For a paramagnetic material magnetic susceptibility നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ലെറ്റർ കൈ. അപ്പൊ for a paramagnetic material magnetic susceptibility is inversely proportional to temperature. Magnetic susceptibility is inversely proportional to temperature. Magnetic susceptibility is inversely proportional to temperature. Chi is equal to, proportionality മാറ്റിയിട്ട് ഞാനൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുതന്നെയാണ്, C by T. സീനെ നമ്മൾ പറയുന്ന പേര്, നമ്മുടെ ലോയുടെ പേരെന്താ? ക്യൂരീസ് ലോ. അപ്പൊ സീനെ നമ്മൾ പറയും ക്യൂരീസ് കോൺസ്റ്റന്റ്. ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ എടുക്കാം എന്തായാലും. 35. അപ്പൊ ഇത്രയും നോക്കിയിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഏത് ചാപ്റ്റർ ടെസ്റ്റ് പറഞ്ഞേക്കണെന്ന് അറിയാലോ. അതിന്റെ കൂടെ തന്നെ, അയ്യോ നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ